ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആർദ്രാസ് ഹാപ്പി ട്രെയിൽ. ഇന്ന് കേപ്പ് മേലെ ഞങ്ങളുടെ അവസാനത്തെ ദിവസമാണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ഹോട്ടൽ റൂം വെക്കേറ്റ് ചെയ്തു. ഇനി ബാൾ ഹാർബറിൻ്റെ അടുത്ത് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് പോവാണ്. ഇനി ഇവിടെ കേപ്പ് മേലെ കുറച്ച് സ്ഥലങ്ങൾ കൂടി ഞങ്ങൾക്ക് കവർ ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ ബേയോണിലേക്ക് പോവും. അപ്പോൾ ഞങ്ങൾ ആദ്യം പോയത് എംലൻ ഫിസിക് എസ്റ്റേറ്റിലേക്കായിരുന്നു. ഇത് പുരാതനമായിട്ടുള്ള ഒരു വിക്ടോറിയൻ ആർക്കിടെക്ചറിൽ വരുന്നൊരു മാൻഷനായിരുന്നു. കേപ്പ് മേലെ ഒരേ ഒരു വിക്ടോറിയൻ ഹൗസ് മ്യൂസിയം കൂടിയാണ് ഇത്. 1879 ഇത് നിർമ്മിക്കപ്പെട്ടത്. ഇതിൻ്റെ ഉൾഭാഗം ഏകദേശം ഒരു 18 മുറികളുണ്ട്. അതിൻ്റെ ഉൾഭാഗത്തെ ആ ഒരു ചിമ്മിണി, അതുപോലെ അതിൻ്റെ ഒരു ഫർണിച്ചർ, അതിൻ്റെ ഉള്ളിലെ ആർക്കിടെക്ചർ എല്ലാം അടിപൊളിയാണെന്ന് കേട്ടിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ടൈം കുറവായിരുന്നു. നമ്മളവിടെ എത്തിയ സമയത്ത് ആ ഒരു ഇൻസൈഡ് ടൂർ ഉണ്ടായിരുന്നില്ല. അത് കാരണം ഞങ്ങൾക്കതിൻ്റെ ഉൾഭാഗമൊന്നും കാണാൻ സാധിച്ചില്ല. പുറമെന്ന് ജസ്റ്റ് കണ്ടു പോവാണ് ചെയ്തത്. കേപ്പ് മേൽ ഇതുപോലെ പുരാതനമായിട്ടുള്ള ഒരുപാട് ബിൽഡിങ്ങുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ആർക്കിടെക്ചർ, അതിൻ്റെ ഒരു ഭംഗിയൊക്കെ പറയാതിരിക്കാൻ വയ്യ, അടിപൊളിയാണ്. അപ്പോൾ കേപ്പ് മേ നമ്മളൊരു ബീച്ച് വെക്കേഷൻ ആസ്വദിക്കാൻ വരുന്ന പോലെ തന്നെ ഇങ്ങനെയുള്ള ആർക്കിടെക്ചർ കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ളവർക്ക് അത് കാണാനും കൂടി വരാം. അങ്ങനെയുള്ളൊരു സ്ഥലം കൂടിയാണിത്. വളരെ ഓൾഡായിട്ടുള്ളൊരു പ്ലേസാണ്. അപ്പോൾ അതിൻ്റെ ബിൽഡിങ്ങുകളും ആ ഒരു രീതിയിലായിരിക്കും. ആ ഒരു എപ്പോഴും നമ്മൾ പണ്ടത്തെ ബിൽഡിങ്ങുകളിലൊക്കെ ഒരു ഭംഗി വേറെ തന്നെയായിരിക്കില്ല, അതിൻ്റെ ആ ഒരു ആർക്കിടെക്ചറൊക്കെ. അപ്പോൾ അങ്ങനെ ആസ്വദിച്ച് വരാവുന്നവർക്ക് അങ്ങനെയും കാണാൻ പറ്റുന്നൊരു സ്ഥലമാണ് കേപ്പ് മേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോയത് വാഷിങ്ടൺ സ്ട്രീറ്റ് മാളിലേക്കായിരുന്നു. ഇത് കേപ്പ് മേയുടെ ഒരു സെൻറ്റർ ഓഫ് അട്രാക്ഷൻ പോയിൻ്റ് തന്നെയാണ്. കേപ്പ് മേയിലെ ഒരു മസ്റ്റ് സീ ഡെസ്റ്റിനേഷനാണ് വാഷിങ്ടൺ സ്ട്രീറ്റ് മാൾ. 60-ൽ പരം യൂണിക് ഷോപ്പുകളും റെസ്റ്റോറൻറ്റുകളും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ക്ലോത്തിങ്, ഫൈൻ ആർട്സ്, ഡെക്കറേറ്റീവ് ഐറ്റം, അങ്ങനെ പല വ്യത്യസ്തമായിട്ടുള്ള ഷോപ്പുകളും നമുക്കവിടെ കാണാൻ സാധിക്കും. ഈ ഷോപ്പുകളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് നടക്കാൻ തന്നെ നല്ല രസമാണ്. അങ്ങനെ തന്നെ ഒരു ദിവസം ഫുള്ള് നമുക്കവിടെ സ്പെൻഡ് ചെയ്യാം. നൈറ്റാണെങ്കിൽ ഫുള്ള് ഇവിടെ ലൈറ്റ്സൊക്കെ ഇട്ട് അത് വേറെ തന്നെ ഒരു വൈബായിരിക്കും. അതുപോലെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചില സമയത്ത് ലൈവ് മ്യൂസിക്കോ എൻ്റർടൈൻമെൻറ്റ് ഷോകളോ അങ്ങനെയുള്ള കാര്യങ്ങളും ഉണ്ടായിരിക്കും. നമുക്ക് അതും ആസ്വദിച്ച് അവിടെ ടൈം സ്പെൻഡ് ചെയ്യാം. ഇവിടെ കണ്ട ഒരു വ്യത്യസ്തമായിട്ടുള്ള ഗിഫ്റ്റ് ഷോപ്സ് ആയിരുന്നു ഫീഡ് തിങ്സ്. ഇതൊരു സ്കാൻഡിനേവിയൻ ഷോപ്പാണ്. മോസ്റ്റ്ലി ഹോം ഡെക്കറേറ്റീവ് ഐറ്റംസ് ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഞങ്ങളിങ്ങനെ ഇതുപോലെയുള്ള ഷോപ്പുകളൊക്കെ കയറി ഇറങ്ങി അവിടെയുള്ള ഐറ്റംസും ഡെക്കറേറ്റീവ് ഐറ്റംസ്, അതുപോലെ കുട്ടി ഐറ്റംസ് കുറേ ഉണ്ടായിരുന്നു, നമ്മളിങ്ങനെ കാണാത്ത ഐറ്റംസൊക്കെ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് ടൈം സ്പെൻഡ് ചെയ്തു. ഈ ഒരു ഷോപ്പിൽ ഇങ്ങനെ പോസ്റ്റൽ കാർഡ്സ്, ലെറ്റേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. അതും നന്നായിട്ടുണ്ടായിരുന്നു കാണാനായിട്ട്. ഈ കാണുന്ന റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഞങ്ങൾ ലഞ്ച് കഴിച്ചത്. സ്റ്റാർട്ടർ മാത്രമേ വീഡിയോ എടുത്തുള്ളൂ കേട്ടോ. അപ്പോഴേക്കും പിന്നെ നല്ല വിശപ്പായി. അപ്പോൾ വീഡിയോയുടെ കാര്യമൊക്കെ വിട്ടുപോയി. പിന്നെ ഞങ്ങൾ പോയത് ഈ ജസ്റ്റ് ഫോർ ലോഫ് എന്ന് പറഞ്ഞൊരു ഷോപ്പായിരുന്നു. അവിടെ ഇങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. കാണാത്ത കുറേ കുട്ടി ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കി വീഡിയോ ഒക്കെ എടുത്ത് വന്നു. പിന്നെ ഏതെങ്കിലും ഒരു ഡെസ്റ്റിനേഷൻ പോയാൽ ഞങ്ങൾ മറക്കാതെ വാങ്ങുന്ന ഐറ്റമാണ് ഫ്രിഡ്ജ് മാഗ്നറ്റ്. അത് നമ്മളൊരു മെമ്മറി പോലെ സൂക്ഷിക്കുകയാണ്. നമ്മളിപ്പോൾ ഇന്ന സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് ഒരു മെമ്മറി പോലെ ഞങ്ങൾ ഞങ്ങളുടെ ഫ്രിഡ്ജിൽ ഒട്ടിച്ചു വയ്ക്കാറുണ്ട്. ഇവിടെ ഒരു ഹോം മെയ്ഡ് ഐസ്ക്രീം ഷോപ്പ് ഉണ്ടായിരുന്നു. പല വെറൈറ്റി ആയിട്ടുള്ള ഐസ്ക്രീമും അവിടെ ഉണ്ടായിരുന്നു. പല ഫ്ലേവറിലുള്ള ഐസ്ക്രീംസ് ഉണ്ടായിരുന്നു. അത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാനും സാധിക്കും. അവരത് ഒരു സ്കൂപ്പ് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ തരും. അത് കഴിഞ്ഞ് നമുക്ക് ആ ഒരു ടേസ്റ്റ് ഇഷ്ടമായാൽ ആ ഐസ്ക്രീം നമുക്ക് വാങ്ങാം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കേപ്പ് മേയോട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് തിരിച്ച് ബേയോണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ബേയോൺ എത്താറായി, എത്തിയെന്ന് പറയാം.
നിങ്ങൾക്ക് ഇങ്ങനെയുണ്ടോ? എനിക്കിപ്പോൾ നമ്മൾ വേറെ എവിടെയെങ്കിലുമൊക്കെ പോയി വേറെ ഏതെങ്കിലും സ്ഥലങ്ങളൊക്കെ പോയി തിരിച്ച് നമ്മുടെ വീടിനടുത്ത് എത്താറാവുമ്പോൾ മനസ്സിന് ഭയങ്കര ഒരു ആശ്വാസമാണ്. ഇപ്പോൾ നാട്ടിലായാലും ശരി, ഇപ്പോൾ നമ്മൾ തൃശ്ശൂർ വിട്ട് വേറെ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് തൃശ്ശൂർ എത്താറാവുമ്പോൾ എന്തോ ഒരു ഭയങ്കര ഒരു സേഫായ പോലെ, ഇനിയൊന്നും പേടിക്കാനില്ല, അങ്ങനെ ഒരു ഫീലാണ്. നമ്മുടെ ഹാർട്ട് ബീറ്റൊക്കെ ഒന്ന് നോർമലായ പോലെ ഒരു ഫീലാണ്. ഇതാ ഇപ്പോൾ നമ്മൾ നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് എത്തിയിട്ടോ. ഇനി ഇവിടെ നിന്ന് കാറ് പാർക്ക് ചെയ്ത് എങ്ങനെയും മുകളിലൊന്ന് പോയി വീട്ടിലെത്തിയാൽ മതി എന്നായി. അത്രയും ടയർഡായി. വീട്ടിലെത്തി ആദ്യം തന്നെ ചെടികളൊക്കെ ഒന്ന് നോക്കി. 1-2 ദിവസം മാറുന്നതാണല്ലോ, വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, എല്ലാം സെറ്റല്ലേ എന്ന് ചെക്ക് ചെയ്തു. സമയം ഇപ്പോൾ ഏകദേശം 8 മണിയാവാറായിട്ടോ. പക്ഷേ ഇപ്പോഴും കണ്ടില്ലേ, സൺസെറ്റ് ആയിട്ടില്ല. ഇവിടെ സമ്മറിൽ 8:30 ഒക്കെയാണ് സൺസെറ്റ് ടൈം. അതുകൊണ്ട് അത്രയും സമയം നല്ല വെളിച്ചം ഉണ്ടായിരിക്കും. ഇത്രയും ദിവസം പുറത്തുനിന്നൊക്കെ ഫുഡ് കഴിച്ച് വയ്യാണ്ടായിട്ടോ. അപ്പോൾ പിന്നെ രാത്രി കഞ്ഞിയാക്കാമെന്ന് വിചാരിച്ചു. ഇതും ഒരു പതിവാണ്. എവിടെയെങ്കിലുമൊക്കെ പോയി കറങ്ങി കുറേ ഫുഡൊക്കെ കഴിച്ച് വരുമ്പോൾ പിന്നെ രാത്രി വല്ല കഞ്ഞിയോ അങ്ങനെ എന്തെങ്കിലും ലൈറ്റായിട്ടുള്ള ഫുഡോ കഴിക്കും. അപ്പോൾ പിന്നെ മനസ്സിനും ശരീരത്തിനും നല്ല സുഖമാണ്. അങ്ങനെ നല്ല ചൂടുള്ള മട്ടരി കഞ്ഞിയും അച്ചാറും മാങ്ങ ഉപ്പിലിട്ടതും ചമ്മന്തിയും എല്ലാം കൂട്ടി കുശാലായിട്ട് ഡിന്നർ കഴിച്ചു. അതൊക്കെ കഴിഞ്ഞ് സുഖമായി കിടന്നുറങ്ങി. അപ്പോൾ ഈ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള യാത്രകളും അതുപോലെ ഞങ്ങളുടെ ലൈഫിലെ കൊച്ചു വിശേഷങ്ങളുമായി ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റുകൾ രേഖപ്പെടുത്തണം. താങ്ക്സ് ഫോർ വാച്ചിങ്.